പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ അഥവാ ശൂനോയോ നോമ്പിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമാതാവിനോടുള്ള അറിയിപ്പിനെ പറ്റിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിമനോഹരമായ സംഭാഷണമാണ് പരിശുദ്ധ ദൈവമാതാവും ഗബ്രിയേൽ മാലാഖയും തമ്മിലുള്ള സംഭാഷണം. ഏദൻ തോട്ടം അടയ്ക്കപ്പെട്ടതു മുതൽ തുടങ്ങിയ മനുഷ്യന്റെ പ്രതീക്ഷ പൂവണിയുന്ന സംഭാഷണം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഭൂമിയിലെ മാലാഖ എന്നറിയപ്പെടുന്ന ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ ദൈവമാതാവുമായി സംസാരിക്കുന്നിടത്ത് നിന്ന് സുവിശേഷം പിറക്കുകയാണ്. സുവിശേഷം സമ്മാനിച്ച സംഭാഷണം. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നല്ല സംഭാഷണങ്ങളുടെ അഭാവമാണ് തിന്മ പെരുകുന്നതിന്റെ കാരണം. ദൈവത്തിന് പിറക്കുവാൻ ഇടം നൽകുന്ന നല്ല സംഭാഷണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, സാധ്യതകളുടെ വഴി തുറക്കലാണ് ഈ അറിയിപ്പ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യം നടക്കുന്നത് എങ്ങനെയെന്ന് പരിശുദ്ധ കന്യകയായ മറിയം സംഭ്രമിക്കുമ്പോൾ ചാർച്ചക്കാരിയും വൃദ്ധയുമായ ഏലിശബയിൽ കൂടി ദൈവം എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ദൂതൻ വിശദമാക്കി കൊടുക്കുകയാണ്. പ്രതിസന്ധികളുടെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ സാധ്യതകളും അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല എന്ന് ദൂതൻ പരിശുദ്ധ കന്യകമറിയമ്മയോടൊപ്പം ഈ ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരാലും അറിയപ്പെടാത്ത നസ്രത്ത് എന്ന ഗ്രാമത്തിലെ ലോകപരിചയമില്ലാത്ത മറിയം എന്ന ബാലിക വിശ്വവനിതയായി ഉയർത്തപ്പെടുമ്പോൾ പ്രത്യക്ഷത്തിൽ നാം ആരും ഒരു നന്മയും കാണാത്തിടത്തു നിന്ന് ദൈവം നന്മ പുറപ്പെടുവിക്കും എന്ന സന്ദേശം കൂടിയാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി നാം കാണുന്നത് വിനയം കൊണ്ട് സ്വർഗത്തെ തന്നിലേക്ക് ചായ്ച്ചിറക്കുന്ന ദൈവമാതാവിനെയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവമാതാവെന്ന അതിമഹത്തരമായ പദവിയെ വളരെ വിനയത്തോടെ ഏറ്റെടുക്കുന്ന അമ്മ. സറൂഗിലെ വിശുദ്ധ യാക്കോബ് പറയുന്നത് പോലെ സ്വർഗത്തോളം ഉയർത്തപ്പെടുവാനുള്ള നിർമ്മലതയും ഭൂമിയോളം താഴ്മപ്പെടുവാനുള്ള വിനയവും കൊണ്ടാണ് പരിശുദ്ധ മറിയം സ്വർഗത്തെ തന്നിലേക്ക് ചായ്ച്ചിറക്കിയത്. അധികാരങ്ങളും പദവികളും ഒക്കെ നമ്മിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഞാൻ എന്ന ഭാവമില്ലാതെ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ഏറ്റെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് പരിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്നത്. ഈ പരിശുദ്ധ 15 നോമ്പിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ നമുക്ക് ഏവർക്കും കാവലും കോട്ടയുമായി തീരട്ടെ.